യാവുകയാണ്. എല്ലാ അർത്ഥത്തിലും മലയാളിയെ വിസ്മയിപ്പിച്ച ആ ഇതിഹാസം ഇനി ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും. എപ്പോഴും MT മലയാളിയെ അത്ര കണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. MTയുടെ ഭാഷയിൽ മലയാളി എന്തെന്ന് വ്യക്തമായിരുന്നു. അത് പലപ്പോഴും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. MTയുടെ കഥാപാത്രങ്ങൾ കണ്ടറിഞ്ഞ് വായിച്ചറിഞ്ഞ മലയാളി അവരൊക്കെ തങ്ങൾക്ക് സുപരിചിതരായ ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞു. MT ആരോടും അധികം സംസാരിക്കില്ല എന്ന് പറയുമ്പോഴും MT മലയാളത്തിലെ തൻ്റെ പുസ്തകങ്ങൾ വായിച്ചവരോട് വലിയ അളവിൽ സംവദിക്കുകയായിരുന്നു. അദ്ദേഹം അവരെ അത്ര കണ്ട് തിരിച്ചറിയുകയായിരുന്നു. MT സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ തങ്ങളുണ്ട് എന്ന് ഓരോ മലയാളിക്കും തോന്നുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ദൈഷ്ണിക മണ്ഡലത്തിൽ ചർച്ചയായ വിഷയങ്ങൾ MTയുടെ കഥകളിൽ കണ്ടു. കേരളം പലതവണ അത് ആർത്തിയോടെ വായിച്ചു തീർത്തു, ചർച്ച ചെയ്തു, വീണ്ടും വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ മലയാളി നെഞ്ചോട് ചേർത്ത് പിടിച്ച സാഹിത്യത്തിൻ്റെ മാസ്പര അനുഭവങ്ങൾ മലയാളിക്ക് നൽകിയ മഹാനായ ആ എഴുത്തുകാരൻ യാത്രയാകുമ്പോൾ കണ്ണീരോടെയല്ലാതെ എങ്ങനെ കേരളത്തിന് വിട നൽകാനാകും? സാധാരണക്കാരായ മനുഷ്യരും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ MT ഒപ്പിയെടുത്തു. നിരാശകളും MTക്ക് അന്യമായിരുന്നു. എല്ലാം അടങ്ങുന്ന സാർവത്രികമായ അനുഭവമായിരുന്നു MTയുടെ ഓരോ സൃഷ്ടിയും. ചലച്ചിത്രം മറ്റൊരു പ്രതലമായി. മറക്കാനാകാത്ത എത്രയെത്ര അനുഭവങ്ങൾ അമ്രപാളികളിൽ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന്. കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോഴും ആ എഴുത്തുകാരൻ മലയാളിയുടെ മനസ്സിൽ തിളങ്ങുകയാണ്. രാഷ്ട്രമെന്ന് എല്ലാവരും വിളിക്കുമ്പോഴും നൈർമല്യം നിറഞ്ഞ മിഴികൾ, സ്നേഹപൂർവമായൊരു മനസ്സും MTക്കുണ്ടാകുന്നു എന്ന് മലയാളി തിരിച്ചറിയുകയാണ്. MT പലപ്പോഴും ദാമ്പത്യത്തിലെ വിശ്വാസവഞ്ചനയെക്കുറിച്ചൊക്കെ കഥാപാത്രങ്ങളായി വന്നപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ പലപ്പോഴും മലയാളി സാഗൂതം ചർച്ച ചെയ്തു. യാഥാർത്ഥ്യങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ കൊണ്ട് അതിനെ ന്യായീകരിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് MT അത്രമാത്രം സ്വാധീനിച്ചിരുന്നു മലയാള മനസ്സിനെ. ശ്രദ്ധിക്കപ്പെടാത്ത സാധാരണക്കാരിൽ MT നായികയെ കണ്ടെത്തി, നായകനെ കണ്ടെത്തി. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഓരോ മനുഷ്യനും തനിക്കുള്ളിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ മനസ്സിലാക്കുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ കൃതികൾ സൃഷ്ടിച്ചു. സ്ത്രീ സമത്വവും ഫെമിനിസവും പുതിയ ആശയതലങ്ങളുമൊന്നും MTയുടെ ഉറക്കം കെടുത്തിയില്ല. MT ഗ്രാമത്തിലെ നിഷ്കളങ്കതയെ മലയാളിക്ക് മുന്നിൽ വെച്ചു, യാഥാർത്ഥ്യത്തെ മലയാളിക്ക് മുന്നിൽ വെച്ചു. എങ്കിലും MTയെ അത്ര കണ്ട് തുറന്ന് വിമർശിക്കാൻ കേരളത്തിന് പലപ്പോഴും ഭയമാണ് എന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അത് തൻ്റെ വായനക്കാരെ അത്രമാത്രം MT സ്വാധീനിച്ചു എന്നതുകൊണ്ടുകൂടിയാണ്. സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പനിമിഷത്തിനകം ഔദ്യോഗിക ബഹുമതികൾ ഒക്കെ നടക്കും. അതിനുശേഷമായിരിക്കും ആ മഹാനായ എഴുത്തുകാരനെ നാട് യാത്രയാക്കുന്നത്. ഒരു നോവലിസ്റ്റ്, തിരക്കഥാകൃത്തോ സാഹിത്യകാരൻ എന്നതിനേക്കപ്പുറത്തേക്ക് MT മലയാളികൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയെന്ന് മലയാളി MTയെക്കുറിച്ച് പറഞ്ഞു. മലയാളിയുടെ മനോവ്യഥകൾ MT അടുത്തറിഞ്ഞു. മാനസിക സംഘർഷങ്ങൾ MT മനസ്സിലാക്കിയോളം മറ്റാരെങ്കിലും
മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയം. കണ്ടതെല്ലാം ഭാവതീവ്രതയോടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകി എം ടി എഴുതി വെച്ചത് കാലങ്ങൾക്കതീതമായ സാഹിത്യം, സർഗതീവ്രത, മുഖവരയാവശ്യമില്ലാത്ത എം ടി വാസുദേവൻ നായർ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട വിസ്മയമായി തന്നെ തുടരും. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത്രമാത്രം ഇറങ്ങിച്ചെല്ലാൻ എം ടിയെപ്പോലെ സാധാരണക്കാരിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇത്രമാത്രം നടന്നെടുക്കാൻ ഇനിയൊരു എഴുത്തുകാരന് കഴിയുമോ എന്ന് നമുക്കറിയില്ല. Hey, Bobby.